അസ്സലാമലൈക്കും. എന്തുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് ബീഫിൽ കക്കറോട്ടി ആക്കണേ. കണ്ണൂരിൻ്റെ നല്ല സ്പെഷ്യൽ കക്കറോട്ടി. അതിനുവേണ്ടി ഒരു മീഡിയം സൈസ് ഉള്ളി ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 വലിയ തക്കാളി, കുറച്ച് മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 4 എടുത്തിന് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. ബീഫിലാണ് കക്കറോട്ടി ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കമൻറ്റെല്ലാം ചെയ്യണേ, കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. ഇനിയുണ്ടല്ലോ, നമുക്ക് ഈ ഇറച്ചിക്കറിക്ക് ആവശ്യമായ പൊടികളൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. ഒരു 2.5 സ്പൂൺ മുളക് കാശ്മീരി മുളകാണ്, എരിവൊന്നുമില്ലാത്ത. പിന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഇത് നന്നായിട്ട്, അതായത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കുക. കുറച്ചും കൂടി മല്ലിപ്പൊടി ഇടുന്നുണ്ട്, മല്ലിപ്പൊടി കുറച്ച് കുറവാണ്. നന്നായി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇറക്കി വെക്കാം. അടുത്തത് കുക്കർ വെച്ച് ഇറച്ചി വേവിക്കാൻ വേണ്ടി കുക്കർ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഒരു 3 വലിയ സ്പൂൺ തന്നെ ഓയിൽ ഒഴിച്ച്. ഓയിൽ കുറച്ചുണ്ടായാലേ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കണം. ഉള്ളി നന്നായിട്ട് വാടണം. ഞാൻ എന്തായാലും ഒരു പകുതിയെങ്കിലും നന്നായിട്ട് വാടണം. വേഗം തന്നെ ബീഫ് കുക്കറിൽ വേവെന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്നും ഇട്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് നന്നായി വാട്ടിയെടുക്കാം. ചെറിയൊരു അടുക്കളയിൽ നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇടുക്കവും എന്താ പറയുക, കുറച്ചൊരു വീഡിയോക്ക് അതിൻ്റേതായ ക്ലാരിറ്റി കുറവുകളുണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. കണ്ണൂരിൽ കക്കറോട്ടിന്നും കുഞ്ഞിപ്പത്തലിനും എല്ലാം പറയും. നിങ്ങളെല്ലാം നാട്ടിൽ ഇത് ഉണ്ടാക്കാറുണ്ടോ? ഇതിൻ്റെ പേരെന്താണെന്നെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെറുതാക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു. ഇനി അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി കുറേ സമയം വാഴണമെന്നൊന്നുമില്ല. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയെല്ലാം ഒന്ന് ശരിയായി കിട്ടിയാൽ മതി. കുറച്ച് സമയം വെക്കുക. എന്നിട്ട് നമ്മൾ ചൂടാക്കി വെച്ച മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ പൊടി ഇട്ടെടുത്ത് പൊടി ഒന്ന് ചൂടാക്കി വറുത്ത പോലെ ഇട്ടത് കൊണ്ട് തന്നെ നന്ന പച്ചമണമൊന്നും ഉണ്ടാവില്ല. കുറച്ച് സമയം ഇങ്ങനെ ആക്കിയതിന് ശേഷം ബീഫ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല കഴുകി വെച്ച് 1 കിലോ ബീഫ് ഇട്ട് കൊടുത്ത് അതിനുശേഷം കുറച്ച് പാകത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് മല്ലിയിലയും ഇട്ട് നന്നായി ഇളക്കി മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. ഒരു 5-6 വിസിലിന് ബീഫ് വെന്ത് കിട്ടും. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഇനിയും നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തവർ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോഴല്ലേ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീഡിയോ കാണാൻ പറ്റുള്ളൂ. ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറെല്ലാം ചെയ്യണം. ഒരു ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യണേ. വീഡിയോ കാണുന്നവർ ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യണേ. ഇനി നമുക്ക് ഇറച്ചി വേകുമ്പോഴേക്ക് മിക്സി ജാറിൽ ഒരു കപ്പ്, ഞാൻ പച്ചരി കുതിർത്തിട്ടാണ് എടുത്തത്. ചില ആൾക്കാരെല്ലാം പുഴുങ്ങലരി തന്നെ രാത്രിയെ കുതിർത്ത് രാവിലെ എടുക്കും.
ഞാൻ പച്ചരി 2-3 മണിക്കൂർ കുതിർത്തതെടുത്ത് അതിലേക്ക് ഒരു പകുതി ചുവന്നുള്ളിയും 1 സ്പൂൺ പെരുംജീരകവും 1/2 കപ്പ് തേങ്ങയിട്ട് നന്നായി അരച്ചെടുത്ത് അതിലേക്ക് സാധാ പത്തലിൻ്റെ പൊടിയില്ലേ, കണ്ണൂരിലെല്ലാം ചുടുന്ന പത്തലിൻ്റെ പൊടി, അതിട്ട് നന്നായി കുഴച്ചെടുത്ത് പത്തലിൻ്റെ പാകത്തിൽ കുഴച്ചെടുത്തിട്ട് ചെറുതായിട്ട് തന്നെ ഉരുട്ടി ആവി കയറ്റി എടുക്കണം. ഈ പത്തലിൻ്റെ പൊടി കുഴക്കുമ്പോൾ ഉപ്പും കൂടി ചേർത്തിനെ, അത് പറയാൻ വിട്ടു. ഇനി ഇതുപോലെ മുഴുവനായിട്ട് ഈ ഷേപ്പിൽ ചെറിയതായിട്ട് ഉരുട്ടി ഇങ്ങനെ എടുക്കണം. അത് കഴിഞ്ഞത് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കണം. ഈ ഉരുട്ടിയെടുക്കുന്ന പണിയേ ഉള്ളൂ കുറച്ച് പണി. ബാക്കിയെല്ലാം നല്ല എളുപ്പമാണ്, ഭയങ്കര ടേസ്റ്റ് സാധനമാണ് കഴിക്കാൻ. ഇതൊന്ന് ഉരുട്ടിയെടുക്കേണ്ട പാട് മാത്രമേ ഉള്ളൂ. ഇത് മുഴുവനായിട്ട് വെന്തിട്ടാണ് അത് മാറ്റി വെച്ചിട്ട് ഉണ്ടല്ലോ 1 കപ്പ് തേങ്ങയിൽ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കറിക്ക് വേണ്ടിയുള്ളതാണ്. നന്നായി നല്ല മിനുസത്തിൽ അരച്ചെടുക്കാം. തേങ്ങ അരക്കുമ്പോഴേക്കും ഇപ്പുറം കുക്കറിൽ നന്നായി ബീഫ് വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലായിട്ടുണ്ട്. ഒരു പൊടിക്ക് വെള്ളം കൂടുതലായിന്, ഇത്ര വെള്ളം കൂടുതലാവണ്ട കേട്ടോ. വെക്കുമ്പോൾ കുറച്ച് കുറുകിയ ടൈപ്പിൽ ചാറുണ്ടായിട്ട് വേണം അതിലേക്ക് ഈ അരച്ച തേങ്ങ ഒഴിക്കാൻ. ഇതൊരു പൊടിക്ക് വെള്ളം കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്ന് വറ്റിച്ചെടുത്തിന്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ച് മല്ലിയില ഇട്ടിട്ട് ആകുമ്പോൾ ആ കക്കറോട്ട് ഇതിൽ മിക്സാക്കണം. ഈ കറി നന്നായി തിളച്ചതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് 2-3 സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒരു പകുതി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതിടുക. പകുതി ചുവന്നുള്ളി കാച്ചി അതിന് ശേഷം ആ കറി അതിലേക്ക് ഒഴിച്ച് നന്നായി തിളച്ചതിന് ശേഷം കക്കറോട്ട് അതിലിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് മുകളിൽ കുറച്ച് മല്ലിയിലയും വിതറി ഒരു 10 മിനിറ്റ് അടച്ചു വെക്കണം. എന്തായാലും അടിപൊളി ടേസ്റ്റ് സാധനം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി ഒരിക്കൽ കൂടി പറയുന്നത്, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഒരുപാട് താങ്ക്സ് കേട്ടോ.